അസ്സലാമു അലൈക്കും. കച്ചി ലാംഗ്വേജ് ട്യൂട്ടോറിയൽസിൻ്റെ വോയിസ് എന്ന കച്ചി ഭാഷാ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേക ശബ്ദത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ്. പ്രത്യേക ശബ്ദം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളുടെ വ്യത്യാസങ്ങൾ അനുസരിച്ചാണ് വാക്കുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വാക്ക് കോ എന്നുള്ള വാക്കാണ്. കോ. കച്ചിയിൽ കോ എന്നൊരു വാക്കുണ്ട്. ഈ വാക്ക് ഒറ്റയ്ക്ക് നിർത്തുമ്പോൾ അതിന് യാതൊരു അർത്ഥവുമില്ല. അത് ഒരു വാചകമായിട്ട് കൂട്ടിച്ചേർത്താൽ ആ വാചകത്തിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകും. ഇപ്പോൾ കുറേ വാചകങ്ങൾ നമ്മൾ പറയാം. അപ്പം സലീം സ്കൂൾ ഒസിയോ, സലീം സ്കൂളിൽ പോയി. സൽമ കോളേജ് ഒസൈ, സൽമ കോളേജിൽ പോയി. സൽമ ബാർ ഒസൈ, സൽമ പുറത്തു പോയി. സലീം സവാരെ ദുബായ് ഒസുന്തോ, സലീം നാളെ ദുബായിൽ പോകും. ഇതെല്ലാം വാചകങ്ങളാണ്. ഈ വാചകങ്ങളെ ഒരു ചോദ്യമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അതിൻ്റെ കൂടെ കോ ചേർക്കുക. ഉദാഹരണത്തിന് സലീം സ്കൂൾ ഒസിയോ, സലീം സ്കൂൾ പോയി. സലീം സ്കൂൾ ഒസിയോ കോ, സലീം സ്കൂളിൽ പോയോ. അതൊരു ചോദ്യമായി മാറി, ഒരു ക്വസ്റ്റ്യനായി. നമ്മൾ ഹിന്ദിയിൽ പറയും ക്യാ എന്നുള്ള വാക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ക്യാ സലീം സ്കൂൾ ഗയാ ക്യാ എന്ന് ചോദിക്കും. അപ്പോൾ ഹിന്ദിയിൽ മലയാളത്തിലാണെങ്കിൽ ഓ എന്ന ശബ്ദമാണ് ചേർന്നത്. പോയി എന്ന് പറഞ്ഞാൽ പോയോ, വന്നു എന്ന് പറഞ്ഞാൽ വന്നോ. അതുപോലെ കച്ചി ഭാഷയിൽ കോ എന്ന ശബ്ദമാണ് നമ്മൾ ചേർക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ റഹീം കടയിൽ പോയി. റഹീം ദുക്കാൻത്തെ ഒസിയോ, റഹീം ദുക്കാൻത്തെ ഒസിയോ കോ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ റഹീം പൂരിയിൽ പോയോ, റഹീം കടയിൽ പോയോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ കോ എന്നുള്ള വാക്ക് ചേർക്കുകയാണെങ്കിൽ ആ സെൻറ്റൻസിന് ഒരു ചോദ്യത്തിൻ്റെ രൂപമായി മാറുകയാണ്. അപ്പോൾ കോയ് എന്ന വാക്കിന് അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് ഒരു അർത്ഥവുമില്ല, അതൊരു ശബ്ദം മാത്രമാണ്. പക്ഷേ ഒരു വാചകത്തിൻ്റെ കൂടെ അത് ചേർക്കുകയാണെങ്കിൽ ആ വാചകത്തിൻ്റെ അർത്ഥം തന്നെ മാറും. സവാരെ സുബൂജോ ആവും കോച്ചി ഒസ്തോ, നാളെ രാവിലെ ഞാൻ കൊച്ചി പോകും. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ പറയുന്നത് നാളെ രാവിലെ ഞാൻ കൊച്ചിയിൽ പോകും. സവാരെ സുബൂജോ ആവും കൊച്ചി ഓസുന്തോ. അപ്പോൾ വേറൊരാൾ ചോദിക്കുകയാണെങ്കിൽ സവാരെ സുബൂജോ ആയി കൊച്ചി ഒസ്താ കോ, നാളെ നിങ്ങൾ കൊച്ചിയിൽ പോകുമോ, ഒസ്താക്കോ. അവിടെ കോ ചേർത്തപ്പോഴേക്കും ആ സെൻറ്റൻസിൻ്റെ അർത്ഥം മാറി. ഇത് വേറൊരാൾ ചോദിക്കുന്ന രീതിയിലായി. സവാരെ സുബൂജോ ആയി കോച്ചി ഒസ്താക്കോ. അങ്ങനെ അപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് ഒരു ബാഗ് വാങ്ങിക്കുകയാണ്. ബാഗ് നോക്കിയിട്ട് ഭർത്താവും ഭാര്യയും ചെന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ ബാഗ് എടുത്തു കൊടുത്ത് ഭാര്യ ഭർത്താവിനെ കാണിച്ചിട്ട് പറയാണ്, ഈ ബാഗ് നല്ലതാണോ, ഈ ബാഗ് ഹാസോ ആയേക്കോ, ഈ ബാഗ് നല്ലതാണോ, ഈ ബാഗ് ഹാസോ ആയേക്കോ. ആ കോ പറഞ്ഞില്ലെങ്കിൽ ഈ ബാഗ് ഹാസോ ആയേ. അപ്പോൾ ഭാര്യ പറയണം ഈ ബാഗ് നല്ലതാണ്. അവർ തീരുമാനിച്ചു കഴിഞ്ഞു, പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം ചോദിക്കുകയാണ് ഈ ബാഗ് നല്ലതാണോ എന്ന് ചോദിക്കുകയാണ്, ഈ ബാഗ് ഹാസോ ആയേക്കോ. അപ്പോൾ ഇത് പറയുന്നിടയ്ക്ക് വേറൊരു കാര്യം ഇപ്പോൾ എൻ്റെ മനസ്സിൽ കയറി വന്നത് ഹാസോ എന്നുള്ള ശബ്ദമാണ്. ഹാസോ എന്ന് വെച്ചാൽ നല്ലത്, ഗുഡ് എന്നുള്ള അർത്ഥം. അതിൽ പ്രൊണൗൺസിയേഷനിൽ പലർക്കും സംശയമുണ്ട്. ഹാസോ എന്നാണ് നല്ലതെന്നുള്ള പറഞ്ഞത്, ഗുഡ് എന്നുള്ള അർത്ഥത്തിനാണ് ഹാസോ. പലരും ഹാസോ എന്ന് പറയും. ഹാസോ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ HASO, ഹാസോ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഹാസോ അല്ല, ഹാസോ ആണ്, KHASO. അത് നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് എന്നെ അറിയിക്കുക. ഹാസോ ആണോ ശരി, ഹാസോ ആണോ ശരി. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നു വരുന്നത് കോ എന്ന ശബ്ദത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന്, ഒരു ചോദ്യം ഉണ്ടാക്കുന്നതിന് നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ അവസാനം കോ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ സെൻറ്റൻസ് ഒരു ചോദ്യമായി മാറും, ഒരു ക്വസ്റ്റ്യനായി മാറും. സവാരെ ആയി ഒസ്താക്കോ, സവാരെ തു അച്ചീന്തിക്കോ, സവാരെ പ ഒസ്താക്കോ, സവാരെ പ ഹാവ് ഹായിലെ അച്ചീന്താക്കോ. ഇങ്ങനെയൊക്കെ പല രീതിയിൽ ആ കോ വരുമ്പോഴേക്കും, കോ പ്രയോഗം വരുമ്പോഴേക്കും ഒരു സെൻറ്റൻസ് അതിൻ്റെ അർത്ഥം മാറി അത് ഒരു ചോദ്യമായി മാറുകയാണ്. അപ്പോൾ കോയുടെ
പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ ക്യാ എന്ന് നമ്മൾ ചോദിക്കുന്നതിന് പോലും മലയാളത്തിൽ ശബ്ദത്തിൻ്റെ കൂടെ ഓ എന്നൊരു ശബ്ദവും കൂടി ചേർക്കുമ്പോഴുണ്ടാകുന്ന ആ മാറ്റമാണ് നമ്മൾ ഇവിടെ ഈ കച്ചിയിൽ കോ ചേർക്കുമ്പോഴുണ്ടാകുന്ന മാറ്റം. ഇപ്പം ഇന്ത്യയിൽ വരും, ഇല്ലേ, ഇന്ത്യയിൽ വരുന്നല്ല, ഇന്ത്യയിലല്ല, മലയാളത്തിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ വരും ഓ ചേർത്ത് കഴിഞ്ഞാൽ വരുമോ എന്നായി ഒരു ചോദ്യമായി. അപ്പോൾ അതുപോലെ മലയാളത്തിൽ ഓ എന്ന ശബ്ദം ഒരു സെൻറ്റൻസിനോട് ചേർക്കുമ്പോഴും ഒരു വാക്കിനോട് ചേർക്കുമ്പോഴും ഇന്ത്യയിൽ ക്യാ ചേർക്കുമ്പോഴും ഉണ്ടാകുന്ന അതേ അർത്ഥവ്യത്യാസമാണ് കച്ചിയിൽ ഒരു വാക്കിൻ്റെ കൂടെ കോ ചേർക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ കോയുടെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് 1-2 അഭിപ്രായം വന്നു. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മുടെ കോയുടെ പ്രയോഗത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കോ എന്ന ശബ്ദം വേറൊരു വാക്കിനോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ വരുന്ന അതിൻ്റെ അർത്ഥത്തിൽ വരുന്ന മാറ്റം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.